രാവിലെ 10:28 കൗണ്ട് ഡൗൺ. കൃത്യം 10:30 ബസേലിയൻ 01 ലോഞ്ച് പാഡിൽ നിന്ന് പറന്നുയർന്നു. പീരുമേട് മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ക്യാമ്പസ് ഗ്രൗണ്ടിൽ തദ്ദേശീയമായി നിർമ്മിച്ച വിക്ഷേപണത്തറയിൽ നിന്നാണ് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത്. സംസ്ഥാനത്ത് ക്യാമ്പസിനുള്ളിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണിത്. പ്രവചിച്ചതിലും ഉയർന്ന കാറ്റിൻ്റെ വേഗത കാരണം വിക്ഷേപണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഒരു കിലോമീറ്റർ മുകളിൽ ഉയരത്തിൽ റോക്കറ്റ് വിക്ഷേപിച്ച് തിരികെ ഇറക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. ISRO മുൻ ശാസ്ത്രജ്ഞനും കോളേജിന്റെ ഗവേഷണ വിഭാഗം ഡീനുമായ ഡോക്ടർ ഉമ്മൻ തരകന്റെ നേതൃത്വത്തിൽ 100ഓളം വിദ്യാർത്ഥികളാണ് റോക്കറ്റിന്റെ നിർമ്മാണവും വിക്ഷേപണവും പൂർത്തിയാക്കിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിദ്യാർത്ഥികളുടെ സംരംഭമായിരുന്നു. അറൗണ്ട് 8 to 9 months എല്ലാ എഫേർട്സും അവർ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരു നല്ലൊരു വിൻഡിൻ്റെ വെലോസിറ്റി ഭയങ്കര ഹയർ ആയിട്ട് വന്നു. അപ്പോൾ അതാകാൻ ആണ് 99% ചാൻസ്. എന്നിരുന്നാലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കിട്ടിയ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഞങ്ങൾ വരും. ദൗത്യ ലക്ഷ്യം പീരുമേട് കുന്നുകളുടെ എയറോസോൾ ഗുണങ്ങളെ ചിത്രീകരിക്കുന്നതായിരുന്നു. വിളവുകൾക്കനുസരിച്ച് കീടനാശിനി ഉപയോഗം കുറച്ചും താപനിലയും ഈർപ്പവും വ്യതിയാനങ്ങൾ പഠിച്ചും സുഗന്ധവിജ്ഞാന കൃഷി മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. 3 മാസത്തിനകം തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്ന 1 കിലോമീറ്റർ ദൂരം റോക്കറ്റ് ഉപയോഗിച്ച് താണ്ടാനാണ് തീരുമാനം. റോക്കറ്റ് പൂർണ്ണമായും കേടുകൂടാതെ വീണ്ടെടുത്തു. പുനർനിർമ്മാണവും ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, കുമളി.